ഓപ്പറേഷൻ ഹരിത കവചം എന്ന പേരിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതിന് തെളിവ് കണ്ടെത്തി. മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ 4,59,000 രൂപ ഏജൻസിയിൽ നിന്ന് കൈപ്പറ്റി. മറ്റൊരു ജീവനക്കാരൻ 11,69,000 രൂപ കൈപ്പറ്റിയതിനും തെളിവ് കിട്ടി. ഷഫീദ് റാവുത്തറ വാർത്തയോട് ചേരുന്നു. ഷഫീദ്, വ്യാപകമായ പരിശോധനയാണോ? പരിശോധനയിൽ കണ്ടെത്തിയത് എന്താണ്? 11 ലക്ഷം എന്നൊക്കെ പറയുന്നത് വലിയ കൈക്കൂലിയാണ്. ഹാഷ്മി, ഉറപ്പായിട്ടും ഈ സംസ്ഥാനത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിലും ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലുമായിരുന്നു വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ഹരിത കവചം എന്ന പേരിലായിരുന്നു. അത് നടത്താൻ പ്രധാനപ്പെട്ട കാരണം ഈ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡേറ്റാ ബാങ്കിൽ നിന്നും വ്യാപകമായി ഒഴിവാക്കുന്നുവെന്നും അതിന്റെ പേരിൽ ഈ ഏജന്റുമാർ വഴിയടക്കം ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി കൈപ്പറ്റുന്നു എന്നുള്ളതുമായിരുന്നു വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ വിജിലൻസ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന വ്യാപകമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെയും ചട്ടങ്ങളിലെയും വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡേറ്റാ ബാങ്കിൽ നിന്നും വ്യാപകമായി ഒഴിവാക്കിയെന്നുള്ള കണ്ടെത്തൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ചില മാറ്റങ്ങൾ വരുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ചില ജില്ലകളിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തിയതിൽ തരം മാറ്റപ്പെട്ട ഭൂമി, നീർച്ചാൽ ഉൾപ്പെടുന്ന തണ്ണീർത്തടങ്ങളിൽ മണ്ണ് നിക്ഷേപിച്ച് പരിവർത്തനപ്പെടുത്തൽ, രൂപമാറ്റം വരുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷൻ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ തരം മാറ്റൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയിൽ നിന്നും 4,59,000 രൂപ ഗൂഗിൾ പേ മുഖാന്തരം കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. ഈ ഓഫീസിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ഗൂഗിൾ പേ വഴി സംശയാസ്പദമായ നിലയിൽ നടത്തിയ 11,69,000 രൂപയുടെ ഇടപാടുകളും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റു ചില ജില്ലകളിൽ മലപ്പുറത്തടക്കം ഇത്തരം സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് കൊടുക്കും. ശേഷം ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികളും ഉണ്ടാകും. ഹാഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 11,69,000 രൂപ അടക്കം 4 ലക്ഷത്തിന്റെ വേറൊരു കണക്ക്. അങ്ങനെ ജീവനക്കാർ കൈക്കൂലി വാങ്ങിയതിന് തെളിവടക്കമാണ് പിടിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ഹരിത കവചം എന്നാണ് അതിന്റെ പേര്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് 65% കടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്തിമ കണക്ക് പുറത്തുവിട്ടത്. പോളിംഗ് ശതമാനം 65.08%. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, അത് എവർ ടൈം ഹൈ ആണ് എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.